പലപ്പോഴും ദൈവാനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ദാഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട ചിന്ത ഇത് തന്നെയാണ്: കർത്താവേ, നിൻ്റെ സ്വന്തമാക്കി മാറ്റുന്ന, നിന്നിൽ പരിപൂർണമായും ഞങ്ങളെ സ്വന്തമാക്കി മാറ്റുന്ന ഒരു വിശുദ്ധീകരണം ഞങ്ങളുടെ ജീവിതത്തിൽ സാധ്യമാക്കണമേ. അങ്ങനെ സ്വന്തമാക്കി മാറ്റുന്ന, അങ്ങനെ തിരിച്ചെടുക്കാൻ തക്കവിധം കർത്താവിൻ്റെ മുമ്പിൽ പോയി നിന്ന് കൊടുക്കുന്ന ഒരു സമയമാണ് നോൻപിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത്. ഒരു 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 കോച്ചിങ് ക്ലാസ്സിൻ്റെ സമയം, ഒരു സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ സമയമാണ് ഈ നോൻപ് കാലഘട്ടം എന്നൊക്കെ പറയുന്നത്. പലരുമൊക്കെ തങ്ങളുടെ പ്രാർത്ഥന അനുഭവങ്ങളിൽ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു പക്ഷേ 100 പേര് ഒരു വിശുദ്ധ കുർബാന കൂടാനായിട്ട് വന്നു നിന്നു. അതിൽ ഏതാനും വ്യക്തികൾ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്: കർത്താവേ, എനിക്ക് ഈ ബലിയിലൂടെ അങ്ങയുടെ മഹത്വം ദർശിക്കുവാൻ കഴിയും വിധം നീ എനിക്ക് സംപ്രാപ്യനാകണമേ. ഒരു 100 പേര് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ ഏതാനും കുറച്ച് പേര് വിശ്വാസത്തിൻ്റെ ബോധ്യത്തോടുകൂടെ കർത്താവിനോട് പറയുകയാണ്, കർത്താവിനോട് ചോദിക്കുകയാണ്: കർത്താവേ, എനിക്ക് ഈ നിമിഷം നിൻ്റെ മഹത്വം ദർശിക്കാനുള്ള, നിൻ്റെ മഹത്വം കാണാനുള്ള വരം നൽകണമേ. ഇതാണ് അവനിലേക്ക് സ്വന്തമാക്കപ്പെടുന്നവൻ്റെ പ്രാർത്ഥന. ഇതാണ് തിരിച്ചു വരുവാൻ, കർത്താവിലേക്ക് തിരിച്ചു വന്ന് സ്വന്തമാക്കപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നവൻ്റെ പ്രാർത്ഥന. ഈ ഒരു വിശ്വാസ ബോധ്യമാണ് ഈ മകൻ്റെ പിതാവിനുണ്ടാകുന്നത്. നമുക്കറിയാം, നമ്മുടെയൊക്കെ എല്ലാം വിശ്വാസ യാത്രയിൽ കൂദാശ ജീവിതങ്ങളൊക്കെ നമുക്കൊരു കോമൺ പ്ലാറ്റ്ഫോമായി നമ്മൾ കടന്നു പോകേണ്ടവരല്ല പലപ്പോഴും, അല്ലേ? സ്പെഷ്യൽ കോച്ചിങ്ങിൻ്റെ സമയമാണ്, ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിൻ്റെ സമയമാണ് നോൻപ് കാലം എന്ന് പറയുന്നത്. നമ്മുടെ കുടുംബത്തിലെ മക്കളെയൊക്കെ കൂടുതൽ പഠിച്ചു വളരാനായിട്ട്, കൂടുതൽ അവൻ്റെ ബലഹീനതയെ അതിജീവിച്ചുകൊണ്ട് അവൻ നേടിയെടുക്കാൻ വേണ്ടിയാണ് നമ്മൾ സ്പെഷ്യൽ ക്ലാസ്സിന് കൊണ്ടുപോകുന്നത്. നോൻപ് കാലം എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മുടെ ബലഹീനതകളാകുന്ന, നമ്മുടെ വീഴ്ചകളാകുന്ന, നമ്മുടെ പതർച്ചകളാകുന്ന ജീവിത ഇടങ്ങളെ പരിഹരിക്കാൻ പഠിച്ചുകൊണ്ട് അവിടന്നിലേക്ക് തിരിച്ചു വരുന്ന ഒരു പരിപൂർണതയുടെ, വിശുദ്ധ കൊച്ചു ത്രേസ്യായുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മതപത്തിൻ്റെ ഒരു സമയം. ആത്മതപം, കർത്താവെ എന്ന് വിളിച്ച് സ്നേഹിക്കുന്ന ഒരു ആത്മതപത്തിൻ്റെ സമയമാണ് നോൻപ് കാലഘട്ടം എന്ന് പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് നമ്മളെ തിരിച്ചെടുക്കുവാൻ അനുവദിക്കുക. കർത്താവിലേക്ക് നമ്മളെ തിരിച്ചെടുക്കുവാൻ, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ ജീവിതങ്ങളെ തിരിച്ചെടുക്കുവാനായിട്ട് സമയം കൊടുക്കേണ്ട, നാം വിട്ടുകൊടുക്കേണ്ട ഒരു സമയമാണ് നോൻപിൻ്റെ. വിശ്വാസത്തിൽ ഈ ഒരു മനുഷ്യൻ തൻ്റെ മകനെ കർത്താവിൻ്റെ പക്കലേക്ക് കൊണ്ടുവന്നിട്ട് അവൻ്റെ മേൽ ഇത് സാധ്യമാക്കണമെന്ന് പറയുമ്പോൾ കർത്താവിലുള്ള ദൈവത്തിൻ്റെ ശക്തിയെ, അത്യുന്നതനായ ദൈവത്തിൻ്റെ കടാക്ഷം നിന്നിൽ കാണുന്നു. കർത്താവെ, അവിടത്തേക്ക് സാധ്യമാകുമെന്ന് പ്രഖ്യാപിക്കുന്ന വിശ്വാസത്തിൻ്റെ ആശ്രയബോധം നമ്മൾ ഇവിടെ കാണുകയാണ്. പ്രിയമുള്ളവരെ, ആദ്യം നമ്മൾ ഉണ്ടാകേണ്ടത് അവനിലേക്ക് തിരിച്ചെടുക്കപ്പെടുവാനുള്ള മനസ്സ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകണം. നമ്മുടെ പ്രാർത്ഥനയുടെ നിമിഷങ്ങളിൽ, നമ്മുടെ ആത്മാവിൽ നമ്മൾ അനുഭവിക്കേണ്ടതും കർത്താവിൻ്റെ വിളി കാതോർക്കാനുള്ള മനസ്സ്. അതെന്താണ് ആ വിളി എന്ന് പറയുന്നത്? അത് ഈ വിശ്വാസത്തെ ഉരച്ച് ശക്തിപ്പെടുത്തി നമ്മൾ ജീവിക്കേണ്ട ഒരു സമയമാണ്. പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യർക്കുള്ള ലേഖനത്തിൽ ഇപ്രകാരം പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്: ആകയാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴി ഉന്നതങ്ങളുടെ കൃപ നമ്മളിൽ ശക്തിപ്പെടേണ്ടതിന് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് ഉരുക്കി വാർക്കാം, നമ്മുടെ വിശ്വാസത്തെ നമുക്ക് തെളിച്ചെടുക്കാം. ഉന്നതങ്ങളുടെ കൃപ നമ്മളിൽ വീണ്ടും വീണ്ടും ശക്തിപ്പെടേണ്ടതിന്, അതിൽ നമ്മൾ കൂടുതൽ ബലം പ്രാപിക്കേണ്ടതിന് നമുക്ക് അവിടെ നിന്നുള്ള വിശ്വാസത്തെ നമുക്ക് ഉരുക്കി വാർക്കാം എന്ന് പറയണം. നമ്മുടെ കുടുംബജീവിതങ്ങളിലേക്ക് നമ്മൾ വരുമ്പോൾ നമുക്കറിയാം, ഒരു സാധാരണ യാത്ര നമ്മൾ അനുദിനം നമ്മുടെ വിശ്വാസ ജീവിതം ചെയ്യുന്നു. പക്ഷേ ദൈവകൃപയെ, ദൈവം പരമേൽപ്പിച്ചിരിക്കുന്ന ദൈവ അനുഗ്രഹത്തെ, ദൈവകൃപയെ നമുക്ക് നിരന്തരം തുടച്ച് മിനുക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ നമുക്ക് സാധിക്കണം. പറഞ്ഞേ ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഒരിക്കലും ഒരു അമ്മ പറഞ്ഞ ഒരു വാക്യം ഇപ്രകാരമാണ്:
അച്ചോ, ഞാൻ വിശുദ്ധ കുർബാനയിൽ നിന്നും എൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും അകലാൻ തുടങ്ങിയപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. എൻ്റെ നിരന്തരമുള്ള എൻ്റെ പ്രാർത്ഥനാ ജീവിതം, എൻ്റെ വിശുദ്ധ കുർബാന ജീവിതം, എൻ്റെ വിശുദ്ധ കുർബാന പങ്കാളിത്തത്തിലുള്ള എൻ്റെ ജീവിതം, ഇവയിൽ നിന്ന് എനിക്ക് അകൽച്ചകൾ വന്നു തുടങ്ങിയപ്പോൾ എനിക്ക് പരിഹരിക്കാൻ കഴിയാത്ത വിധം എൻ്റെ കുടുംബജീവിതം മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ വീണ്ടും തിരിച്ചു വരികയാണ്. നമ്മുടെ ഈ കൃപയിലുണ്ടാകുന്ന മാന്യം നമുക്ക് നമ്മുടെ വിശ്വാസത്തിൽ, നമ്മുടെ കൗദാശിക ജീവിത കൂട്ടായ്മയിലൊക്കെ നമുക്ക് പലപ്പോഴും വരുന്ന ഒരു മാന്യത എന്ന് പറയുന്നത്, നമുക്ക് ഈ കൃപയെ നമുക്ക് ഇങ്ങനെ ഉടച്ചു വാർത്തു കൊണ്ട് പോകുവാൻ കഴിയാത്ത ഒത്തിരിയേറെ അവസരങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കും. പ്രാർത്ഥനയുടെ അഭാവം, കൃപാജീവിതത്തിൻ്റെ ഒരു നിരന്തരമായ പരിവർത്തനമില്ലായ്മ, നിരന്തരമായ ഒതുക്കി വാർക്കലില്ലായ്മ നമ്മളെ ഒരുപാട് പ്രയാസങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. നമ്മൾ വീണു പോകുന്ന അവസ്ഥയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകും. തിരിച്ചു നടക്കുവാനായിട്ട് കർത്താവ് വീണ്ടെടുക്കാൻ തക്ക വിധം നമ്മുടെ വ്യക്തി ജീവിതത്തെ, നമ്മുടെ കുടുംബജീവിതത്തെ നമുക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഇന്ന് ഈ തിരുസന്നിധി നമ്മൾ ഇത്രയേറെ തീക്ഷ്ണമായി നമ്മൾ കടന്നു വന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് ഒരുപക്ഷെ നിങ്ങൾ ഓരോ നിയോഗങ്ങളും ഓരോ പ്രാർത്ഥനകളുമായിട്ടാണ് ഈ തിരുസന്നിധിക്ക് കടന്നു വന്നിരിക്കുന്നത്. ഓർക്കുക, നമ്മുടെ വീഴ്ചകൾക്കൊക്കെ പ്രധാനമായും ഇത് കർത്താവ് പറഞ്ഞ പോലെ എനിക്ക് സാധിക്കുമെങ്കിലെന്നോ, കർത്താവ് ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. പ്രിയ സഹോദരരെ, കർത്താവ് ഈശോ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. നീ എന്താ പറയുന്നത്, എനിക്കിത് സാധിക്കുമെങ്കിലെന്നോ? ഞാൻ നിനക്ക് വേണ്ടി എപ്പോഴും സംലഭ്യനായ ദൈവമാണ്. സങ്കീർത്തനങ്ങളൊക്കെ നമ്മളെ പറഞ്ഞ് സന്തോഷിപ്പിക്കുന്ന വചനമാണ്. ഞാൻ നിനക്ക് സമീപസ്ഥനായ കർത്താവാണ്, ഞാൻ നിന്റെ കൂടെയുള്ള ദൈവമാണ്, ഞാൻ നിന്നെ നയിക്കുന്ന കർത്താവ്. നമ്മൾ ഓർക്കണം, എനിക്കിത് സാധിക്കുമെങ്കിലും നീ എന്ത് തിരിച്ചറിയാത്തത് എന്നാ കർത്താവ് ചോദിക്കുന്നത്. നമുക്ക് പലപ്പോഴും ഇത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാവുന്നത് വിശ്വാസ ഉണർവുള്ള കണ്ണുകൾ നമുക്ക് നഷ്ടപ്പെടുമ്പോഴാണ്. ദൈവം നമ്മളെ നയിക്കുന്ന ഇടങ്ങളെ നമ്മൾ കണ്ണു തുറന്ന് കണ്ടുകൊണ്ട്, നമ്മൾ കാതുകൾ തുറന്ന് കേട്ടുകൊണ്ട്, നാം ഹൃദയം തുറന്നതിനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പുറകെ പോകാത്തത് കൊണ്ടാണ് നമുക്ക് സംഭവിക്കുന്നത്. ഞാൻ നിനക്ക് സമീപസ്ഥനായ ദൈവമാണ്, ഞാൻ നിന്നെ അന്വേഷിക്കുന്ന കർത്താവാണ്. നമ്മൾ ആമോസ്